ഹായ് ഹലോ നമസ്കാരം മക്കളെ. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ. വേറെ ഒന്നുമല്ല, നാഷണലിസം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചാപ്റ്ററിന്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇവിടെ വേറെ ആരും ഇല്ല കേട്ടോ കൈയടിക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് കൈയടിക്കുക കേട്ടോ. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമായിരുന്നു, എല്ലാ ടോപ്പിക്കിലും ഞാൻ പറയും വളരെ പ്രധാനപ്പെട്ടതാണ്. അത്രത്തോളം പ്രാധാന്യത്തോടെയാണ് ഓരോ ടോപ്പിക്കും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളതല്ലേ. പക്ഷേ ക്ലൈമാക്സ് എന്ന് പറയുന്നത് മറ്റ് ടോപ്പിക്കുകൾ പോലെ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് നോക്കിയാലോ? യെസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹിസ്റ്ററി വിത്ത് ഷൈമ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ്സ് എന്ന് പറയുന്നതാണ്. നമുക്കറിയാം, റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് പഠിച്ച സമയത്ത് വിഷ്വലൈസിങ് ദ നേഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുത്തെ നേതാക്കന്മാര് നാഷണലിസം സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മാർഗങ്ങൾ എന്നുള്ളത്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഇന്ത്യയുടെ കാര്യത്തിലും പറയുന്നത്. നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു വികാരം എല്ലാ വിഭാഗം ആളുകളിലും, ഡിഫറെന്റ് ലാംഗ്വേജ് സംസാരിക്കുന്ന, ഡിഫറെന്റ് റീജിയനിൽ താമസിക്കുന്ന പല പല കമ്മ്യൂണിറ്റീസിലുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടത് എങ്ങനെയാണ്, ആരൊക്കെയാണ് ഇതിന് നേതൃത്വം വഹിച്ചത്, എന്തൊക്കെ മാർഗങ്ങളാണ് അതിന് വേണ്ടിയിട്ട് ആളുകൾ സ്വീകരിച്ചത് എന്നുള്ളതെല്ലാം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞു നിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ദേശീയത ജനങ്ങളുടെ ഇടയിലേക്ക് രൂപം കൊണ്ടത് എന്ന് തൊട്ടാണ് എന്നുള്ള കാര്യമാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നാഷണലിസം സ്പ്രെഡ്സ് when people begin to believe that they are all part of the same nation when they discover some unity that binds them together. സെയിം നേഷനിലുള്ള ആളുകളാണ് നമ്മൾ എല്ലാവരും എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയോ അന്ന് തൊട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് നാഷണലിസം വലിയ സ്പീഡിൽ സ്പ്രെഡ് ആകാനായിട്ട് തുടങ്ങി. അത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകള്, ലാംഗ്വേജസ്, കമ്മ്യൂണിറ്റീസ് എല്ലാം അടങ്ങുന്ന ഒരു സ്ഥലമാണല്ലോ. ഇവരുടെ ഇടയിലേക്ക് എങ്ങനെയാണ് ഈ നാഷണലിസം സ്പ്രെഡ് ആയത് എന്നാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇതിനു വേണ്ടി പറയുന്നുണ്ട്. അതായത് നമ്മുടെ ചരിത്രകാരന്മാര് കണ്ടുപിടിച്ചിട്ടുള്ള രണ്ട് റീസൺസ് ആണ് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ റീസൺ എന്തായിരുന്നു? യുണൈറ്റഡ് സ്ട്രഗിൾസ്. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ പോരാടിയതാണ് നമ്മളുടെ ദേശീയത വളരെ സ്പീഡിന് സ്പ്രെഡ് ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്തതെന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമതായിട്ട് ഒരുപാട് കൾച്ചറൽ പ്രോസസ്സുകൾ നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി എന്തൊക്കെ കൾച്ചറൽ പ്രോസസ്സുകളാണ് നമ്മുടെ നാഷണലിസം സ്പ്രെഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ അത് ഈ പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഹിസ്റ്ററി ആൻഡ് ഫിക്ഷൻസ്. നമ്മുടെ ഓരോ സ്ഥലത്തെയും ഹിസ്റ്ററി അതിന് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിന്റെ ഫിക്ഷനുകൾ, ഫോക്ലോർ ആൻഡ് സോങ്സ്, നാടോടി കഥകള്, നാടോടി പാട്ടുകള്, പോപ്പുലർ പ്രിന്റ്സ് ആൻഡ് സിംബൽസ്, വിദേശത്തൊക്കെ നടക്കുന്ന സമരങ്ങളെ കുറിച്ചും മറ്റുമൊക്കെ എഴുതിയ എഴുത്തുകള്, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സിംബൽസുകള്, ചിഹ്നങ്ങള്, ഇതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് ദേശീയത സ്പ്രെഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കൾച്ചറൽ പ്രോസസ് എന്ന് പറയുന്നതും ഭയങ്കര വലിയ രീതിയിൽ കൂടിയപ്പോൾ നമുക്ക് നാഷണലിസം സ്പ്രെഡ് ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഒരു പക്ഷേ പീപ്പിൾസ് ഇമാജിനേഷനെക്കാട്ടിലും അതീതമായിട്ടായിരുന്നു ആ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ദേശീയതയുടെ വ്യാപനം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ട് കടന്നു പോയതിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഈ പറഞ്ഞ ചരിത്രവും നാടോടി കഥകൾ എഴുത്തും അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സിംബൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും എല്ലാം തന്നെ ഇതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നാഷണലിസം സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാര്, കലാ സാഹിത്യ മേഖലയിലുള്ള ആളുകളൊക്കെ എന്തൊക്കെ വഴികളാണ് സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നോക്കിക്കേ, 20th സെഞ്ചുറി തൊട്ടാണ് നമ്മുടെ രാജ്യത്ത് നാഷണലിസം സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള ആശയങ്ങളുമായിട്ട് ജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. The identity of a nation is most often symbolized in a figure or image during 20th century. നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ ഫിഗേഴ്സും അതുപോലെ തന്നെ ഇമേജും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് 20ാം നൂറ്റാണ്ട് മുതലാണ് കേട്ടോ. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, അലിഗറീസ് എന്നാണ് ഇത്തരത്തിലുള്ള ഫിഗേഴ്സിലൂടെയും സിംബൽസിലൂടെയും രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ രാജ്യത്തും 20ാം നൂറ്റാണ്ട് മുതലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവണത നമ്മൾ കണ്ടു തുടങ്ങിയത്. The image of Bharat Mata
first created by Bankim Chandra Chatterjee in 1870 when he wrote Vande Mataram for our motherland. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ആശയമാണ് ഇവിടെ പറയുന്നത്. ഒരു വന്ദേ മാതരം എന്ന് പറയുന്ന സോങ് അത് എഴുതിയ ആളെന്ന് പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്നാണ്. ടെക്സ്റ്റിൽ ബങ്കിം ചന്ദ്ര ചത്തോപതി എന്ന് എഴുതിയിട്ടുണ്ട്. അത് രണ്ടും സെയിം ആള് തന്നെയാണ് കേട്ടോ. 1870 ഇത് എഴുതപ്പെട്ടത്. അതുപോലെ തന്നെ ഭാരത് മാതാ എന്ന് പറയുന്ന ഒരു ഫിഗർ, ഒരു ഇമേജ് ആയിട്ട് നമ്മൾ വരച്ചത് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹമാണ്. ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സോങ് ആയിട്ടുള്ള വന്ദേ മാതരം എഴുതിയ സമയത്തായിരുന്നു ഈ ഒരു ചിത്രവും അദ്ദേഹം വരച്ചതെന്ന് പറയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അദ്ദേഹം പിന്നീട് ആനന്ദമഠ എന്ന് പറയുന്ന തന്റെ ഒരു നോവലിലോട്ട് ഈ ഒരു കവിത, ഈ ഒരു പാട്ട് എഴുതി ചേർക്കുകയാണ് ചെയ്തത്. ബംഗാളിലെ സ്വദേശി മൂവ്മെന്റിന്റെ സമയത്താണ് ആനന്ദമഠ് പുറത്തിറക്കിയിരുന്നത്. 1870 വന്ദേ മാതരം എന്ന് പറയുന്ന ഗീതം നമ്മുടെ മദർ ലാൻഡിന് വേണ്ടിയിട്ട് നമുക്ക് സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയായിരുന്നു ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സംഭാവന എന്ന് പറയുന്നത് വിലമതിക്കാനാകാത്തതാണ് അല്ലെ. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട് ഭാരത് മാത ആദ്യഘട്ടങ്ങളിലുള്ള ഭാരത് മാതയുടെ ചിത്രം. അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിന്. അത് എന്തൊക്കെയാണ് ആ ഫിഗറിന്റെ പ്രത്യേകത എന്ന് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. നോക്കിക്കേ, അബനീന്ദ്ര ടാഗോർ എന്ന് പറയുന്ന ഒരു കലാകാരൻ പിന്നീട് ഈ ചിത്രം കുറച്ചും കൂടെ വ്യക്തമായിട്ട് വരയ്ക്കുകയുണ്ടായി. ഭാരത് മാതയുടെ ചിത്രം ശരിക്കും പറഞ്ഞാൽ അബനീന്ദ്ര ടാഗോർ എന്ന് പറയുന്ന ചിത്രകാരനും വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആദ്യമായിട്ട് ഇത് ട്രൈ ചെയ്തത് ആരാണ്? നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇദ്ദേഹം വരച്ചത് പോർട്രേറ്റഡ് ആസ് ആൻ അസെറ്റിക് ഫിഗർ, ഷീ ഈസ് കാം, കമ്പോസ്ഡ്, ഡിവൈൻ ആൻഡ് സ്പിരിച്വൽ. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട്. ആ പിക്ചർ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്ത്രീയുമായിട്ടാണ് നമ്മുടെ നേഷനെ അവര് സാദൃശ്യം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ആ സ്ത്രീ ഒരു സന്യാസിനിയായിരുന്നു അല്ലെ. കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് ഭയങ്കര ഡിവൈൻ ആയിട്ടുള്ള, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, ഒരുപാട് ഭക്തിയുള്ള, ആത്മീയമായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മുടെ രാജ്യത്തെ ആ ഒരു സ്ത്രീയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല പല കലാകാരന്മാരും പല കാലഘട്ടത്തിലും ഭാരത് മാതയെ അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് പല വ്യത്യാസങ്ങളിലായിട്ട് ഇറക്കിയിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം അല്ലെ. ഇപ്പൊ തന്നെ നമ്മൾ ഓഗസ്റ്റ് 15 നമ്മൾ നോക്കുകയാണെങ്കിൽ ആഭരണത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഭാരത് മാതയെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. നമ്മുടെ പതാകയൊക്കെ ഏന്തി നിൽക്കുന്ന ഭാരത് മാതയെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? ഇതൊക്കെ പല കാലഘട്ടങ്ങളിൽ കലാകാരന്മാർ അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് മാറ്റം വരുത്തിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഒരു സോങ് അത് ക്രിയേറ്റ് ചെയ്ത ആൾ ആരാണ്? നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. അതുപോലെ തന്നെ അദ്ദേഹമാണ് ഭാരത് മാതാ എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1870 ആനന്ദമഠം എന്ന് പറയുന്ന ഒരു നോവൽ സ്വദേശി പ്രസ്ഥാനവുമായിട്ട്, ബംഗാളിൽ നടന്നിട്ടുള്ള സ്വദേശി പ്രസ്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇറക്കിയ ഒരു ഇതിനകത്താണ് ഈ ഒരു ഗീതം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫോക്ക് സോങ്സിനെ കുറിച്ചിട്ടാണ്. ഫോക്ക് സോങ്സും ഫോക്ക് ലോർ എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് നാഷണലിസം സ്പ്രെഡ് ചെയ്യാനെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് കേട്ടോ. The ideas of nationalism also developed through a movement to revive Indian folklore. അതായത് നാഷണലിസം എന്ന് പറയുന്ന ഐഡിയ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നതിന് നാടോടി പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നമ്മുടെ ദേശീയ നേതാക്കൾ മനസ്സിലാക്കുകയാണ് ചെയ്തത്. അതിന്റെ ഫലമായിട്ട് അവർ ഒരുപാട് ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കുകയും ഇതെല്ലാം തന്നെ നാടോടി കഥകളും നാടോടി ഗീതങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുകയും അതെല്ലാം തന്നെ ശേഖരിച്ച് എഴുതി വെക്കാനും തുടങ്ങുകയാണ് ചെയ്തത്. അത് 19ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തോടു കൂടിയാണ് ഇതിനു വേണ്ടിയിട്ട് നേതാക്കന്മാർ മുന്നിട്ട് വന്നതെന്ന് പറയാനായിട്ട് പറ്റും. It was essential to preserve this folk tradition in order to discover one's national identity and restore a sense of pride in one's past. അതായത് ഫോക്ക് ട്രഡീഷൻ പ്രിസർവ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതായത് ഏതൊരു വ്യക്തിക്കും അവന്റെ ദേശീയമായിട്ടുള്ള സ്വത്വം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും അവന്റെ ഭൂതകാലം കൊണ്ട് അവൻ അഭിമാനിക്കപ്പെടേണ്ടതാണെന്നും എന്നുള്ള ഒരു ബോധം അവനിൽ ഉണ്ടാക്കാനായിട്ട് ഇത്തരത്തിലുള്ള നാടോടി പാരമ്പര്യം സംരക്ഷിക്കുന്നതിലൂടെ ഏതൊരു വ്യക്തിക്കും കിട്ടുന്നു എന്ന് നമ്മുടെ ദേശീയ നേതാക്കന്മാരെ മനസ്സിലാക്കുകയാണ് ചെയ്തത്. വലിയ വലിയ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, വേറൊന്നുമല്ല. ഇത്തരത്തിലുള്ള നാടോടി കവിതകൾ ശേഖരിക്കുന്നതിലൂടെ, നാടോടി കഥകൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ പാസ്റ്റ് എത്രത്തോളം നല്ല ഗുണമുള്ളതായിരുന്നു, നമുക്കതിൽ അഭിമാനം കൊള്ളാം, നമ്മുടെ പൗരത്വന്റെ ബോധം എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുമെന്ന് മാത്രമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. In Bengal, Rabindranath Tagore, he was collecting ballads, nursery rhymes and myths.
നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം രബീന്ദ്രനാഥ് ടാഗോറിനെ പറ്റിയിട്ടാണ്. ബംഗാളിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരുപാട് യാത്രകൾ നടത്തിയിട്ട് പല പല പാരമ്പര്യമായിട്ട് നമ്മുടെ കഥകളെ കുറിച്ച്, നാടോടി കവിതകളും പാട്ടുകളും കഥകളും എല്ലാം തന്നെ ശേഖരിക്കുകയും റെക്കോർഡ് ചെയ്യാനും തുടങ്ങി. അതോടൊപ്പം തന്നെ അദ്ദേഹം ഹി ലെഡ് മൂവ്മെന്റ് ഫോർ ഫോക്ക് റിവൈവൽ, അതായത് അദ്ദേഹം ഒരു നാടോടി പ്രസ്ഥാനത്തിന് തന്നെ ഇവിടെ നേതൃത്വം വഹിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആരാണ്? രബീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കറിയാലോ. ഇന്ത്യൻ ദേശീയ പ്രക്ഷോഭത്തിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി മദ്രാസ് പ്രസിഡൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നടേശ ശാസ്ത്രി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനു വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു കളക്ഷൻ ഓഫ് 4 വോളിയംസ് കോൾഡ്, അദ്ദേഹം ഒരു ബുക്ക് തന്നെ ഇറക്കുകയാണ് ചെയ്തത്. 4 വോളിയംസോട് കൂടി ഒരു ബുക്ക് ഇറക്കി. തമിഴ് ഫോക്ക് ടെയിൽസിന്റെ ഒരു കളക്ഷൻ ആയിരുന്നു ആ ബുക്കിനകത്ത് ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ പേര്, ദ ഫോക്ക് ലോർ ഓഫ് സദേൺ ഇന്ത്യ. ഓക്കെ, അപ്പോൾ നടേശ ശാസ്ത്രി മദ്രാസിലും അതുപോലെ തന്നെ രബീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ ഭാഗങ്ങളിലും ഒക്കെ ഉള്ള പഴയ കാലഘട്ടത്തിലുള്ള കഥകളും കവിതകളും എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് അത് പ്രസിദ്ധപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? യെസ്, നമ്മൾ നമ്മുടെ ഭൂതകാലത്തിന്റെ പ്രാധാന്യം, മഹിമയെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ദേശീയ ബോധം കൂടുതൽ കൂട്ടി ഉണർവോടുകൂടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നാഷണലിസം സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നേതാക്കന്മാര് ശ്രമിച്ചതെന്ന് പറയാം. ഹി ബിലീവ്ഡ് ദാറ്റ് ഫോക്ലോർ വാസ് എ നാഷണൽ ലിറ്ററേച്ചർ, അതായത് ദേശീയ സാഹിത്യമാണ് ഇത്തരത്തിലുള്ള ഫോക്ലോർസ് എന്നാണ് നമ്മുടെ നടേശ ശാസ്ത്രി വിശ്വസിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇറ്റ് വാസ് ദ മോസ്റ്റ് ട്രസ്റ്റ് വർത്തി മാനിഫെസ്റ്റേഷൻ ഓഫ് പീപ്പിൾസ് റിയൽ തോട്ട്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ഇന്ത്യക്കാരന്റെ റിയൽ തോട്ട്സ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഫോക്ക് ടെയിൽസും ഫോക്ക് ലോസും എല്ലാം തന്നെ നമ്മൾ പഠിക്കണം, അത് മനസ്സിലാക്കണം. അതെല്ലാം നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ് ഈ ഫോക്ക് ലോസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നാഷണലിസം സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഐക്കൺസ് ആൻഡ് സിംബൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അതിന്റെ പ്രാധാന്യം എന്താണ് ഈ ഒരു നാഷണലിസം അല്ലെങ്കിൽ നേഷൻ എന്ന് പറയുന്ന ഒരു ആശയം രൂപീകരിക്കുന്നതിൽ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കന്മാര് നാഷണലിസം സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് നമ്മൾ യൂറോപ്പിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കിടയിലും ഒരു വികാരം കുറച്ചും കൂടെ ശക്തമാകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സിംബൽസും ഐക്കൺസും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അതെങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഡ്യൂറിംഗ് സ്വദേശി മൂവ്മെന്റ് ഇൻ ബംഗാൾ എ ട്രൈകളർ ഫ്ലാഗ് റെഡ് ഗ്രീൻ ആൻഡ് യെല്ലോ വാസ് ഡിസൈൻഡ്. ഓക്കെ, നേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫ്ലാഗ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫ്ലാഗ് ആണിത്. ഒരു ട്രൈകളർ ഫ്ലാഗ് ആയിരുന്നു, പക്ഷെ അതിലെ കളേഴ്സ് ഇന്ന് കാണുന്ന ലെവലിലുള്ളതല്ല. റെഡും ഗ്രീനും യെല്ലോയും ആണ് അത് ആ ഫ്ലാഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇറ്റ് ഹാഡ് 8 ലോട്ടസസ് റെപ്രസെന്റിംഗ് 8 പ്രോവിൻസസ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അതുപോലെ തന്നെ എ ക്രിസന്റ് മൂൺ റെപ്രസെന്റിംഗ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്. ഈ ഒരു ട്രൈകളർ ഫ്ലാഗിന് മറ്റ് ചില സവിശേഷതകൾ കൂടി ഉണ്ടായിരുന്നു. ഇതിൽ 8 ലോട്ടസസ് നമുക്ക് കാണാൻ സാധിക്കും. 8 ലോട്ടസ് റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ കുറച്ച് 8 പ്രോവിൻസസുകൾ ഉണ്ടായിരുന്നു. അതാണ് ലോട്ടസസുകളായിട്ട് ഇവര് താരതമ്യം ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ക്രിസന്റ് മൂൺ, അതുപോലെ ചന്ദ്രിക്കല എന്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട്? ഹിന്ദുസിനെയും മുസ്ലിംസിനെയും റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ട്രൈകളർ ഫ്ലാഗിന്റെ പ്രത്യേകതകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഏതിന്റെ ഫലമായിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സ്വദേശി പ്രസ്ഥാനത്തിനകത്താണ് ഇത്തരത്തിലുള്ള ഒരു ഫ്ലാഗ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാം. ബൈ 1921 വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെ പറയാണ്, മഹാത്മാഗാന്ധി ഡിസൈൻഡ് സ്വരാജ് ഫ്ലാഗ്. നോക്കിക്കേ, മഹാത്മാഗാന്ധിയാണ് ഇന്ന് കാണുന്ന നമ്മുടെ ദേശീയ പതാകയുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു പതാക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്വദേശി ഫ്ലാഗ് എന്നുള്ള പേരില്. അതിനും പ്രത്യേകതകൾ എന്തായിരുന്നു? ട്രൈകളർ ഫ്ലാഗ് ആണ്. 3 കളേഴ്സ് ആയിരുന്നു അതിനുണ്ടായിരുന്നത്, റെഡ്, ഗ്രീൻ ആൻഡ് വൈറ്റ്. അതുപോലെ റെഡും ഗ്രീനും വൈറ്റും ഉള്ള ഫ്ലാഗ് ആയിരുന്നു ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന് മധ്യത്ത് സ്പിന്നിങ് വീൽ ഉണ്ടായിരുന്നു, അതായത് ചർക്ക പോലത്തെ ഒരു സാധനം, അതാണ് ആ സ്പിന്നിങ് വീൽ, കറങ്ങുന്ന ചക്രമുള്ളതാണ് ഇതിന്റെ മധ്യഭാഗത്ത് കൊടുത്തിരുന്ന പടം എന്ന് പറയുന്നത്. അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? സെൽഫ് ഹെൽപ്പ്, അതായത് ഗാന്ധിജിയുടെ ഒരു ആശയമാണ് ആരെയും ആശ്രയിക്കാതെ സ്വ ആശ്രയത്വം, നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. അതായിരുന്നു ഈ ഒരു വീല് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഈ ഐക്കൺസിന്റെ പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇത്തരത്തിലുള്ള ഐക്കൺസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് കുറച്ചും കൂടെ ദേശീയത സ്പ്രെഡ് ആക്കാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരും കലാസാഹിത്യ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ
മുന്നോട്ട് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നാഷണലിസം സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നേതാക്കന്മാർ പ്രയോഗിച്ചിട്ടുള്ള മറ്റൊരു തന്ത്രത്തെ കുറിച്ചിട്ടാണ്. റീ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. അതായത് നമ്മുടെ ചരിത്രത്തെ പുനർവ്യാഖ്യാനിക്കുക, വ്യത്യസ്തമായിട്ട് വ്യാഖ്യാനിക്കുക എന്നതാണ് ഇതിനോട് അർത്ഥമാക്കുന്നത്. By the end of 19th century, many Indians began feeling that to instill a sense of pride in the nation, Indian history had to be taught about differently. അതായത് 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ, ഒരു വിഭാഗം ആളുകൾ മനസ്സിലാക്കുകയാണ്, നമ്മുടെ നേഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അഭിമാന ബോധം കൂടുതൽ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചരിത്രത്തെ, നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന കേട്ടിരിക്കുന്ന അറിവല്ല യഥാർത്ഥ ചരിത്രം, അതല്ലാണ്ട് നമ്മൾ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ചരിത്രത്തെ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് അവർ നമ്മുടെ ചരിത്രത്തെ പുനർവ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. The British saw Indians as backward and primitive, incapable of governing themselves. ഒന്ന് നോക്കിക്കേ, നമ്മളെ അത്രയും നാൾ വരെ ബ്രിട്ടീഷുകാർ കണ്ടെത്തിക്കൊണ്ടിരുന്നത് എന്താണ്? നമുക്ക് ഒന്നിനും കഴിവില്ലാത്തവനാണ്, അടിച്ചമർത്തപ്പെട്ടവനാണ്, ഒരു കഴിവുമില്ല, നമുക്ക് സെൽഫ് ഗവേണിങ്ങിനുള്ള കഴിവില്ല, നമുക്ക് സ്വയം ഭരിക്കാനുള്ള കഴിവില്ല. എപ്പോഴും ബ്രിട്ടീഷുകാരെ പോലുള്ള ഒരു വലിയൊരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അതുവരെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്കാരെ നോക്കിക്കണ്ട രീതി എന്ന് പറയുന്നത്. In response, Indians began looking into the past to discover India's great achievements. അതുകൊണ്ട് തന്നെ ഇത് ആരുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ്? ഇന്ത്യക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മുടെ യഥാർത്ഥ കഴിവ്, നമ്മുടെ സംസ്കാരം എന്താണ്, നമ്മുടെ ചരിത്രം എന്താണെന്ന് ബ്രിട്ടീഷുകാരെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായിട്ട് വരികയാണ് ചെയ്തത്. They wrote about glorious developments in ancient times when art and architecture, science and maths, religion and culture, law and philosophy, crafts and trade had flourished. ഇത് നോക്കി അവർ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഗ്ലോറിഫൈ ചെയ്തതെന്ന് അറിയാലോ. They wrote about glorious developments in ancient times. അവർ ഒരുപാട് കാര്യങ്ങൾ എഴുതുകയാണ് ചെയ്തത്. എന്തിനെയൊക്കെ കുറിച്ചിട്ട്? നമ്മുടെ പഴയകാല ചരിത്രത്തെ കുറിച്ച്, നമ്മുടെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, ലോ ആൻഡ് ഫിലോസഫി, അതുപോലെ തന്നെ റിലീജിയൻ, അതുപോലെ ക്രാഫ്റ്റ്സ് ആൻഡ് ട്രേഡ്, അങ്ങനെ എല്ലാ മേഖലകളെ കുറിച്ചും ചരിത്രകാരന്മാർ ആഴത്തിൽ പഠിക്കുകയും നമ്മുടെ ഗ്ലോറിഫൈ ചെയ്ത് നമ്മുടെ സംസ്കാരത്തെ കാണിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരുപാട് ബുക്കുകൾ ഈ കാലഘട്ടത്തിൽ ഇറക്കുകയാണ് ചെയ്തത്. This glorious time in their view followed by a history of decline when India was colonized. എന്നാണോ നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കോളനി ആക്കപ്പെട്ടത്, അതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള നമ്മുടെ എല്ലാ മഹത്തായിട്ടുള്ള കാര്യങ്ങളും ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങിയത് എന്നും കൂടി ഇവർ മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നാഷണലിസം ഇൻ ഇന്ത്യയുടെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ ദേശീയ നേതാക്കന്മാര് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ നാഷണലിസം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞല്ലോ. അപ്പോൾ അതെന്നും തന്നെ ഭയങ്കര സൗമ്യമായിട്ടും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനങ്ങളൊന്നും ആയിരുന്നില്ല. പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഐക്കൺ സെലക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഭാരത് മാത, ഇതൊക്കെ തീർച്ചയായിട്ടും ഹിന്ദു മത വിശ്വാസങ്ങളുമായിട്ട് കുറച്ചും കൂടി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ. അതൊക്കെ തന്നെ മറ്റുള്ള കമ്മ്യൂണിറ്റീസിലുള്ളവർക്ക് ഇഷ്ടപ്പെടാതെയൊക്കെ വന്നിട്ടുണ്ട്. അവർ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം വളരെ സൗമ്യമായിട്ട് രമ്യമായിട്ട് പരിഹരിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. ഇതെല്ലാം തന്നെ വളരെ വേണ്ട രീതിയിൽ പരിഹരിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യം നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച വ്യക്തി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കണ്ണുടച്ചുകൊണ്ട് നമുക്ക് പറയാം, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി തന്നെയാണെന്ന് കേട്ടോ. അപ്പൊ മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞ റിയൽ ഹീറോ ആര് തന്നെയാണ്? മഹാത്മാഗാന്ധി. ഒറ്റയ്ക്ക് പടപൊരുതി വന്ന ആളാണ് അല്ലേ ഗാന്ധിജി. യെസ്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. മഹാത്മാഗാന്ധി പ്ലേഡ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ ബോത്ത് ദ നോൺ കോപ്പറേഷൻ ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. അതായത് നമ്മുടെ ദേശീയ പ്രക്ഷോഭത്തിൽ പിടിച്ചുലച്ച ഒരു സമരരീതിയായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെന്റും അതുപോലെ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തന്നെ പലതരത്തിലുള്ള ഗുണങ്ങളും നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് മഹാത്മാഗാന്ധി ഇടയാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. His leadership and non-violent philosophy inspired a generation of Indians to resist British rule and work towards independence. അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു പുതിയ തലമുറയ്ക്ക് ഒരു ആത്മവിശ്വാസം ഏകിയത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് അല്ലെ. അത് നമുക്ക് ഒട്ടും നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ മഹാത്മാഗാന്ധി തന്നെയാണ് നമ്മുടെ ദേശീയ പ്രക്ഷോഭത്തിന്റെ റിയൽ ഹീറോ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. The movement served as a turning point in India's
history and did the foundation for its eventual independence in 1947. അതായത് ഈ രണ്ട് മൂവ്മെന്റും തന്നെയാണ് നമ്മുടെ ദേശീയ പ്രക്ഷോഭത്തിന്റെ അടിത്തറ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനായിട്ട് ഈ രണ്ട് മൂവ്മെന്റും വളരെ വലിയൊരു പ്രാധാന്യം വഹിച്ചിട്ടുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിനെ ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. കുറച്ച് വലിയ ഒരു എപ്പിസോഡ് ആയിരിക്കും കേട്ടോ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സ് ആയിട്ട് പോരുക. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് മാത്രം ആകരുത്, എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾ എപ്പോഴും മനസ്സിൽ സേവ് ചെയ്ത് ഇടാനുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾ വളരെയധികം അഭിമാനിക്കണം ഇന്ത്യക്കാരനായതിൽ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരെയും നമ്മൾ ഈ അവസരത്തിൽ ആലോചിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക കേട്ടോ. ബൈ.